ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ വാക്ക് എലോൺ എന്ന് പറയുന്ന പോയത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ അർത്ഥം മലയാളത്തിലെ എക്സ്പ്ലനേഷൻ ചെയ്ത വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. വീഡിയോ മുഴുവനായിട്ടും കാണുക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിലെ 8 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് അഡ്വൈസ് വൺ ടു ഡു ഇഫ് നോ വൺ ലിസൺ ടു വൺസ് കോൾ? ഒരാളുടെ വിളി ആരും കേൾക്കുന്നില്ല എങ്കിൽ എന്തു ചെയ്യാനാണ് കവി ഇവിടെ ഉപദേശിക്കുന്നത് എന്നാണ് ചോദ്യം. അല്ലേ, നമ്മൾ പഠിച്ചതാണ്. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? The poet advises that one should continue to walk alone even if no one responds to their call. അല്ലേ, നിങ്ങളുടെ വിളി ആരും കേൾക്കുന്നില്ല എങ്കിൽ എന്താ പറയുന്നത്? പോയിട്ട് കവി അഡ്വൈസ് ചെയ്യുന്നത്, ഉപദേശിക്കുന്നത് വാക്ക് എലോൺ, അല്ലേ, ഒറ്റയ്ക്ക് നടക്കൽ നിങ്ങൾ തുടരുക. അതാണ് കവി ഇവിടെ അഡ്വൈസ് ചെയ്യുന്നത്, ഉപദേശിക്കുന്നത്. അല്ലേ, അപ്പോൾ നിങ്ങളെ വിളി ആരും കേൾക്കുന്നില്ല എങ്കിൽ വാക്ക് എലോൺ, ഒറ്റയ്ക്ക് നടക്കുക എന്നാണ് കവി ഇവിടെ അഡ്വൈസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഷുഡ് യു സ്പീക്ക് ഔട്ട് യുവർ മൈൻഡ്? എപ്പോഴാണ് നിങ്ങളുടെ മനസ്സ് തുറന്ന് പറയേണ്ടത്? വെൻ നോ വൺ എൽസ് സ്പീക്ക് ടു അസ് ആൻഡ് ഇഫ് അതേഴ്സ് ആർ ടു അഫ്രൈഡ് ടു ജോയിൻ അസ് ആൻഡ് ടേൺ എവേ വി ഷുഡ് സ്റ്റിൽ സ്പീക്ക് അവർ മൈൻഡ്സ്. അല്ലേ, എപ്പോഴാണോ ആരും നമ്മളായിട്ട് സംസാരിക്കാത്തത്, നമ്മളെ പേടിച്ച് വേറെ വഴിയിലേക്ക് പോകുന്നത്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ മനസ്സിനോട് സംസാരിക്കുക, മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് നോ വൺ ജോയിൻസ് യു ഓൺ യുവർ ജേർണി വാട്ട് ഡസ് ദ ജേർണി സിഗ്നിഫൈ? നിങ്ങളുടെ യാത്രയിൽ ആരും ചേരുന്നില്ല എങ്കിൽ നിങ്ങളുടെ യാത്ര എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ജേർണി റെപ്രസെൻറ്റ് ദ ജേർണി ഓഫ് ലൈഫ് വിച്ച് all its ups and downs. It may also symbolize a journey towards success which requires overcoming many challenges. നാലാമത്തെ ക്വസ്റ്റ്യൻ, which lines in the poem conveys the power of resilience in one's life? എന്നാണ് ചോദിക്കുന്നത്. കവിതയിലെ ഏത് വരിയാണ് ഒരാളുടെ ചെറുത്തുനിൽപ്പിനെ പറയുന്നത്? അല്ലേ, ഈ കവിതയിലുള്ള ഏത് വരിയാണ് ഒരാളുടെ പവർ ഓഫ് റെസിലിയൻസ് ഇൻ വൺസ് ലൈഫ് എന്നതുകൊണ്ട് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലേ, ദ ലൈൻസ് ദെൻ യു മസ്റ്റ് ക്രഷ് ദ ടോംസ് ഇൻ യുവർ പാത്ത് വിത്ത് യുവർ ബ്ലീഡിംഗ് ഫീറ്റ് ആൻഡ് വാക്ക് അഹെഡ് എലോൺ കൺവേ ദ പവർ ഓഫ് റെസിലിയൻസ് ഇൻ വൺസ് ലൈഫ്. അല്ലേ, എന്താണ്? മുള്ളുകൾ നിറഞ്ഞ മുള്ളുകളിലൂടെ മേലെ നടന്ന് കാൽപാദങ്ങളിലൂടെ എന്താണ് ബ്ലീഡിങ് വരുമ്പോൾ, ബ്ലഡ് വരുമ്പോൾ അതിൻ്റെ മുകളിലൂടെ നടക്കുക എന്ന് പറയുന്ന ആ വരിയാണ് ഒരാളുടെ ചെറുത്തുനിൽപ്പിനെ സൂചിപ്പിക്കുന്ന ലൈൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു ദ ഇമാജ് ഓഫ് ദ സ്റ്റോം ദ നൈറ്റ് ആൻഡ് ലൈറ്റനിങ് ഇംപ്ലി? കൊടുങ്കാറ്റിൻ്റെയും പിന്നെ അതുപോലെ രാത്രിയുടെയും മിന്നലിൻ്റെയും ഒക്കെ എന്തിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലേ, അപ്പോൾ എങ്ങനെ പറയാം? ദ സ്ട്രോം ആൻഡ് ദ നൈറ്റ് സിംബലൈസ് ഒബ്സ്റ്റാക്കിൾസ് ആൻഡ് ചാലഞ്ചസ് വൺ എൻഗേജ് എലോങ് ദ വേ വൈൽ ദ ലൈറ്റിംഗ് റെപ്രസെൻറ്റ്സ് വൺസ് ഇന്നർ സ്ട്രെങ്ത് ആൻഡ് വിൽ പവർ. എന്താണ് കൊടുങ്കാറ്റും രാത്രിയും സിംബലൈസ് ചെയ്യുന്നത്? എന്താണ്? പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും ഒക്കെയാണ്. നമ്മളെ ആ ലൈറ്റനിങ് റെപ്രസെൻ്റ്, അല്ലെ, വെളിച്ചം, ആ മിന്നലിൻ്റെ വെളിച്ചം എന്താണ്? ഒരാളുടെ ഇന്നർ സ്ട്രെങ്ത് ആൻഡ് വിൽ പവർ, ഉള്ളിലുള്ള ആ ഒരു ആന്തരിക എന്താണ് സ്ട്രെങ്ത്തിനെയും വിൽ പവറിനെയുമാണ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡസ് ദ ഫ്ലെയിം ഫ്രം എ റോറിംഗ് ലൈറ്റിംഗ് സിംബലൈസ്? ആ ഒരു മുഴങ്ങുന്ന എന്താണ് മിന്നലിൻ്റെ ആ ലൈറ്റ്, വെളിച്ചം എന്തിനെയാണ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് സിംബലൈസ് വൺസ് ഇന്നർ സ്ട്രെങ്ത് വിച്ച് ക്യാൻ ബി ഇഗ്നൈറ്റഡ് ബൈ ഡിറ്റർമിനേഷൻ ആൻഡ് റെസിലിയൻസ്. അല്ലേ, അത് ഒരാളുടെ ആ ഉള്ളിലുള്ള ആ ശക്തിയെയും എന്താണ് സ്വയം ത്യജിക്കുന്നതിനെയുമാണ് ഇവിടെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ പോയം റെലവൻസ് ഇൻ കണ്ടംപററി ടൈംസ്?
സമകാലിക കാലത്ത് ഈ കവിതയുടെ പ്രസക്തി എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ പോയം ട്രാൻസെൻഡ്സ് ടൈം ആൻഡ് പ്ലേസ്, മേക്കിംഗ് ഇറ്റ് യൂണിവേഴ്സലി റെലവൻറ്റ്. People face challenges throughout life, anytime, anywhere, and need inspiration to preserve and face those challenges. Eighth question, last question ആണ്. How is the concept of personal sacrifice portrayed in the poem? അതായത് ഒരു വ്യക്തിയുടെ ത്യാഗം എന്ന് കവിത എവിടെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്? ദ പോയം എൻകറേജസ് അസ് ദ സെറ്റ് അവർ ഹേർട്സ് ഓൺ ഫയർ ആൻഡ് ഷൈൻ എലോൺ, അല്ലേ? നമ്മളെ ഹൃദയത്തിൽ തീ കൊളുത്തി അത് പ്രകാശിപ്പിക്കുക. സെർവിങ് ആസ് എ ഇൻസ്പിറേഷൻ ഫോർ അതേഴ്സ്. ഇത്രയാണ് ഈ കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസർ. ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്.